വീഡിയോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മുടെ ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, today our subject is Concord. Concord means എന്താണ് അറിയാമോ? Concord, what is Concord? ഗ്രാമറിലെ Concord എന്ന ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. Concord is the agreement between subject and verb. In English language, verb is used according to subject. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മള് സംസാരിക്കുന്ന മലയാളം ലാംഗ്വേജ് ആണല്ലോ. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജില് വെർബ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റിന് അനുസൃതമായിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു സെന്റൻസ് ആരെങ്കിലും ഒന്ന് പറയാമോ? ഒരു സബ്ജക്റ്റും വെർബും വരുന്ന ഒരു സെന്റൻസ് ആരെങ്കിലും പറയാമോ? സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ പറയുന്ന example. I'm drinking water. Oh, I'm drinking water. I'm drinking water. Okay, I'm drinking water. Okay, I'm drinking water. So who is the subject there? Adile subject ആരാണ്? അതിന്റെ സബ്ജക്ട്, who is the subject? ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് സബ്ജക്ട് എന്നൊക്കെ പറയാട്ടോ. I ആണ് സബ്ജക്ട്. ഓക്കെ, അപ്പൊ ഐ ആം ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, അപ്പൊ ഐ ആം ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ഐന് അനുസരിച്ചാണ് ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ആം ഉണ്ട് അതിന്റെ ഇടക്ക്, അതുകൊണ്ടാണ് ഡ്രിങ്കിങ് വരുന്നത്. ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അർത്ഥമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതില് റൂൾ നമ്പർ 1, നമുക്ക് ഇതിൽ ഒത്തിരി റൂൾസ് ഉണ്ട്. പക്ഷെ അതനുസരിച്ച് നമ്മൾ എല്ലാം റൂൾ അനുസരിച്ച് പോവാൻ പറ്റില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ റൂൾ അനുസരിച്ച് പോവാൻ പറ്റില്ല. കാരണം as we speak, we use some common things. അല്ലെ, നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള തിങ്സ് യൂസ് ചെയ്യും. എപ്പോഴും റൂൾ അനുസരിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതിന് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതായത് നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ, ഹു ഈസ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പറയോ ആരെങ്കിലും? ഒരു സെന്റൻസില് നമ്മള് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ഐയും ഐ യു അല്ലെ, ആരൊക്കെയാണ്? സെക്കൻഡ് പേഴ്സൺ യു ആണ് കേട്ടോ. ഐ ഫസ്റ്റ് പേഴ്സൺ ഐയും വിയും, സെക്കൻഡ് പേഴ്സൺ യു. ഐയും വിയും, ഞാനും ഞങ്ങളും ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, യു എന്ന് പറയുന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ അല്ലെ. ഹീം, ഷീയും, ഇറ്റും എന്താണ്? ഹീം പേഴ്സൺ ആണ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഷീ, ഇറ്റ്, ഹി അല്ലെ എന്നിവയുടെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. ഷീ സിംഗ് സോങ്സ്. ഷീ സിംഗ് സോങ്സ് എന്ന് പറയുമ്പോ ഇതിന് സബ്ജക്ട് ആരാണ്? സബ്ജക്ട് ആരാണ്? ഷീ. ഓക്കെ, ഈ അശ്വാനിബ പ്രസാദ് എന്ന് പറയുന്ന ആളുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ ഷീ സിംഗ് സോങ്സ് എന്ന് പറയുമ്പോ ഇതില് വെർബ് എന്താണ്? ഷീ സബ്ജക്ട് ആണ്. സിംഗ്സ്. ഓക്കെ, സോങ്സ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മള് ഇത് ശരിക്കും പറഞ്ഞാല് എന്ത് സെന്റൻസ്? ഒരു സിമ്പിൾ സെന്റൻസ് ആണ് അല്ലെ, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ അതിന് ഷീ സിംഗ് സോങ്സ്. ഓക്കെ, അവൾ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ഷീ സിംഗ് സോങ്സ് എന്ന് പറഞ്ഞാല് ഒരു നോർമൽ സെന്റൻസ് ആണ്, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ടെൻസിൽ ഏതാണ് വരുന്നത്? ഷീ സിംഗ് സോങ്സ് എന്ന് പറയുമ്പോൾ പാടുന്നു, പാടിക്കൊണ്ടിരിക്കും. ഷീ സിംഗിങ് സോങ് അല്ല, ഷീ സിംഗ് സോങ്സ്. നമുക്ക് പറയാം അവള് പാടും എന്നുള്ള രീതിയിൽ പറയാം. ഷീ സിംഗ് സോങ്സ് എന്ന് പറയുമ്പോൾ അവള് പാട്ട് പാടും. ഷീ സിംഗ് സോങ്സ്. രമ്യ സിംഗ് സോങ്സ്, ഗീത സിംഗ് സോങ്സ്. അവൾ പാട്ട് പാടും. പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ട് ആ കുട്ടിക്ക്. ഒരു കോമൺ ഇതായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്?
ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പൊ ഷീ സിംഗ് സോങ്സ് എന്ന് പറയുമ്പോ ഈ ഷീനനുസരിച്ചിട്ടാണ്. ഷീ എന്താണ്? തേർഡ് പേഴ്സൺ ആണ്. ഷീ, ഇറ്റ്, ഹി എല്ലാം എന്താണ്? Third person. തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ. ഇറ്റ്, ദേ ഇല്ല അതില്ല, ദേ പ്ലൂറൽ ആണ് അല്ലെ. തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടില്ല. ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? സിങ്സ്, വോക്സ്, പിന്നെന്താണ് അങ്ങനെ ക്രിയയുടെ കൂടെ ഒരു എസ് ചേർത്ത് വരുന്ന സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളില്ലേ? ഷീ സിങ്സ്, ഷീ റൈറ്റ്സ് വെൽ, ഷീ റൈറ്റ്സ് നീറ്റ്ലി, അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ ഒരു എക്സാമ്പിൾ, ഇറ്റ് വർക്ക്സ് വെൽ. ഇറ്റ് വർക്ക്സ് വെൽ. ഇറ്റ് വർക്ക്സ് വെൽ മീൻസ് ഇറ്റ് മീൻസ് എന്താണ്? ഇതില് ഇറ്റ് മീൻസ് എന്താണ്? എന്തെങ്കിലും ഒരു ഉപകരണം. ഓക്കെ, എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്. ഇറ്റ് വർക്ക്സ് വെൽ. ദ ഫാൻ വർക്ക്സ് വെൽ. ഓക്കെ, ദ ഫാൻ വർക്ക്സ് വെൽ. പിന്നെ ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. എന്താണ്? ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. അയാൾ വായിക്കുകയാണ്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഈ റൂൾ നമ്പർ 1. അതായത് എന്താണ് റൂൾ നമ്പർ 1 എന്ന് പറയോ? എന്താണ് റൂൾ നമ്പർ 1 എന്ന് പറയോ? ഞാൻ പറയാമേ. തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, പറയൂ, ഹി എന്തൊക്കെയാണ്? ഹി, ഷീ, He, she, it. എന്നിവയുടെ കൂടെ എന്തുപയോഗിക്കണം? സിംഗുലർ Singular. വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഷീ സിംഗ് സോങ്സ്, ഇറ്റ് വർക്ക്സ് വെൽ, ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. ഓക്കെ, ഇതാണ് എക്സാമ്പിൾസ് പറഞ്ഞത്. ഈ സെക്കൻഡ് റൂൾ പറയട്ടെ. റൂൾ നമ്പർ 2. ഓക്കെ, the first person I, we, the second person you and the third person you, they എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു, പിന്നെ തേർഡ് പേഴ്സൺ യുവും തേർഡ് പേഴ്സൺ പ്ലൂറൽ ദേ. മനസ്സിലായോ? അതായത് ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ ഐ ആൻഡ് വി. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ You. you. Okay, and the third person you ഉണ്ട്. Third person you means what? Third person you means a number of people. You people no right, you people. Okay, you are now 3-4 people. Okay, so third person you and the third person plural they. Third person plural you ഉണ്ട്. Third person plural എന്തിന്റെ? they ഉണ്ട്. എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. I read newspaper. I reads the newspaper അല്ല. I read newspaper. ഞാൻ പേപ്പർ വായിക്കുന്നു. Okay, I read a newspaper. You read newspaper. They read newspaper. Then you work hard. Okay, you work hard. You works hard എന്ന് you ന്റെ കൂടെ ഒരിക്കലും സിംഗുലർ വെർബ് ചേർക്കില്ല, അതിന്റെ കൂടെ ചേർക്കില്ല, they കൂടെ ചേർക്കില്ല. Okay, ക്ലിയർ ആണോ? Is it clear? Yes, ma'am. അപ്പൊ റൂൾ നമ്പർ 2 ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺ, the first persons I, we. Okay, second person you and the third person you and the third person plural they എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. I read newspaper. They read newspaper. You work hard. We play football. We plays football എന്ന് പറയോ? We plays football എന്ന് പറയോ? ഫുട്ബോളിനനുസരിച്ചല്ല, നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ആരെയാണ് നോക്കേണ്ടത്? എല്ലാ കാര്യങ്ങളിലും കോൺകോഡ് പറയുന്നത് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം. എന്ത്? സബ്ജക്റ്റിനനുസരിച്ച്. ഓക്കെ, we play football. They play football. They read newspaper. I read newspaper. ഓക്കെ, അതാണ് അതിന്റെ എക്സാമ്പിൾസ്. റൂൾ നമ്പർ 2 ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് റൂൾ നമ്പർ 3. രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം.
രണ്ട് സിംഗുലർ സബ്ജക്ട്സ്. എക്സാമ്പിൾ, രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ്. രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുവാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണ്, അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ. ഇപ്പൊ ഇവര് പ്ലൂറലായി അല്ലേ? നമ്മൾ പറയുന്നത് രാജൻ ആൻഡ് ജീവൻ. രാജൻ ആൻഡ് ജീവൻ എന്ന് പറയുമ്പോ രണ്ട് സിംഗിൾ പേഴ്സൺസ് ആണ്. അപ്പൊ രണ്ട് സിംഗിൾ പേഴ്സൺസ് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അവര് ഇതായില്ലേ, പ്ലൂറൽ ആയില്ലേ? അപ്പൊ എന്താണ്, അതിനോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ വെർബ് ഏതാണ്? ആർ ടീച്ചേഴ്സ് എന്നാണ്. ഇവിടെ വെർബ് ഇല്ലേ? ഏതാണ് വെർബ്? ഇവിടെ വെർബ് ഏതാണ്? ഇറ്റ് ഇസ് എ വെർബ് ഹിയർ. ആർ എന്നുള്ളതാണ് കേട്ടോ. എന്താണ്, മനസ്സിലായോ? ആറാണ് വെർബ്. നമുക്ക് വേറെ ആർ എന്നുള്ളതാണ് ഇവിടെ വെർബ് എന്നുള്ളത് മനസ്സിലാക്കി. ഈസ് ആർക്ക് വേർബ്സ് എന്നാണ് വരുന്നത്. സോ ഹിയർ രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോ രാജനെയും ജീവനെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായി? പ്ലൂറലായി അല്ലേ? പ്ലൂറലായി കഴിയുമ്പോൾ അതിന്റെ കൂടെ പ്ലൂറൽ വെർബ് ചേർക്കണം. ആർ എന്നുള്ളത് ഈസ് എന്ന് പറയാൻ പാടില്ല. രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ്. അതേപോലെ എന്തെങ്കിലും ഫ്രണ്ട്സ് നമുക്ക് പറയാം അല്ലെ? ബിജു ആൻഡ് സുമൻ ആർ ഡോക്ടേഴ്സ്. ബിജു ആൻഡ് സുമൻ ആർ ഡോക്ടേഴ്സ്. അപ്പൊ ബിജുവും ഡോക്ടറാണ്, സുമനും ഡോക്ടറാണ്. അപ്പൊ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് പറയുവാണ് ബിജു ആൻഡ് സുമൻ ആർ ഡോക്ടേഴ്സ്. ആർ എന്ന് പറയുമ്പോൾ പിന്നെ ഡോക്ടേഴ്സ്, ആ സബ്ജക്റ്റിന്റെ ഇത് നമ്മള് ഡോക്ടേഴ്സ് എന്നാക്കണം അല്ലെ? ബിജു ആൻഡ് സുമൻ ആർ ഡോക്ടേഴ്സ്. അപ്പൊ റൂൾ 3 എന്താണ്? രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, എങ്ങനെയാണ്? രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ പറയോ? രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ചേർക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് പറഞ്ഞു. രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ എങ്ങനെ എന്തെങ്കിലും. ബിജു ആൻഡ് സുമൻ ആർ ഡോക്ടേഴ്സ്, എക്സെട്ര. ഇനി നെക്സ്റ്റ് റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4 ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന തന്നെയാണ് റൂൾ നമ്പർ 4 കേട്ടോ. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നൗൺസിന് മുന്നിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവ്സോ ആർട്ടിക്കിൾസോ ആവർത്തിച്ച് വരികയാണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അതിന് മുമ്പ് ഒരു കാര്യം, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ആദ്യത്തെ എടുക്കണ്ട, ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ്, നമ്മൾ ആദ്യം പറഞ്ഞ കേസ് പോലെ തന്നെ രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അതായത് പൊസിഷൻ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ഗ്രാൻഡ് ഫാദറും ഗാർഡിയനും വന്നു എന്നാണോ? ആണോ? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം അല്ല. മൈ ഗ്രാൻഡ് ഫാദർ എന്ന് ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരേ വ്യക്തിയാണ്. മൈ ഗ്രാൻഡ് ഫാദർ, ഒരു കുട്ടിയെ ആലോചിക്കുക. അപ്പൊ ആ കുട്ടീന്റെ പറയുവാണ്, കുട്ടിയെ കാണാനായിട്ട് വന്നേക്കുവാണ് ഗ്രാൻഡ് ഫാദർ. ഈസ് ഓൾസോ ഹിസ് ഓർ ഹെർ ഗാർഡിയൻ. ഓക്കെ, അപ്പം പറയുവാണ് നമ്മൾ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രാൻഡ് ഫാദറും ഗാർഡിയൻ എന്ന് പറയുന്നത് സെയിം പേഴ്സൺ ആണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഗ്രാൻഡ് ഫാദറും ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരേ വ്യക്തിയാണെങ്കിൽ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഹാസ് കം, വന്നിട്ടുണ്ട്. എന്റെ ഗാർഡിയനും ഗ്രാൻഡ് ഫാദറുമായ വ്യക്തി വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോ എന്താണത്? അതൊരു റൂളാണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ, ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി ഈസ് ആൻ അഡ്വക്കേറ്റ്. ദ ഓണർ ആൻഡ് ചെയർമാൻ. ഓക്കെ, ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി ഈസ് ആൻ അഡ്വക്കേറ്റ്. എന്താണ് അപ്പൊ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്?
എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The owner and chairman of the company is an advocate means ആ കമ്പനിയുടെ ഓണറും ചെയർമാനും അഡ്വക്കേറ്റ്. ഓണറും ചെയർമാനും അഡ്വക്കേറ്റ് ആണ്. പക്ഷെ അങ്ങനെയല്ല, അത് പറയേണ്ടത് അങ്ങനെയല്ല. ഈ ഓണറും ചെയർമാനും ആയിട്ടുള്ള വ്യക്തി ഒന്ന് തന്നെയാണ്. ഓക്കെ, സെയിം പേഴ്സൺ ആണ്. ആയിട്ടുള്ള ആൾ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ 3 പൊസിഷൻസ് ആണ്. ഓക്കെ, ഓണർ ആൻഡ് ചെയർമാൻ. ഓക്കെ, ഓണർ എന്ന് പറഞ്ഞാൽ the owner of the institute, whatever it is, and the chairman of the company. ഒരു കമ്പനിയുടെ ഓണറുമാണ് അദ്ദേഹം, MD-യുമാണ്. ഓക്കെ, ചെയർമാൻ മീൻസ് ചെയർപേഴ്സൺ, ദാറ്റ് ഇസ് MD. ഓക്കെ, CEO, whatever you tell. The owner and chairman of the company is he is also an advocate. അത്രയുള്ള അർത്ഥം. മനസ്സിലായോ? മനസ്സിലാവുന്നില്ല? ഡൗട്ടില്ല? മനസ്സിലായോ? Okay, the owner and chairman of the company is an advocate. എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ 3 അതിൽ ഓണറുമാണ്, അതിൽ അഡ്വക്കേറ്റുമാണ്, അതിൽ ചെയർമാനുമാണ്. ഓക്കെ, 3 പൊസിഷൻസ് വഹിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ആൻഡ് ഉപയോഗിച്ച് നമ്മള് കൂട്ടിച്ചേർത്തു ഈസ്. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈസ് എന്ന് പറഞ്ഞ വെർബാണ് നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ അല്ലേ? ഇതെല്ലാം ഒരു പേഴ്സൺ തന്നെയാണെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് വെച്ചാൽ വെർബ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഇത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കണേന്ന് വെച്ചാൽ ഇത് 3 വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ എന്ത് മനസ്സിലാക്കിയിട്ടാണ്, എന്ത് നോക്കിയിട്ടാണ്? വെർബ്, ഹെൽപ്പിംഗ് വെർബാണ് ഈസ് അല്ലെ? വെർബ് നോക്കിയിട്ടാണ്. ഈസ് ആൻ അഡ്വക്കേറ്റ്. ആർ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഈസ് ആൻ അഡ്വക്കേറ്റ്. ഓക്കെ, അപ്പൊ അതാണ് റൂൾ 4 കേട്ടോ. റൂൾ 4 എന്ന് പറയുന്നത് അതാണ്. ഇനി അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ആൻഡ് ഉപയോഗിച്ച് കൂട്ടി, നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്പെഷ്യൽ, അതായത് എല്ലാ കാര്യങ്ങളിലും എക്സെപ്ഷൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ തെറ്റിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എക്സെപ്ഷൻസ് ആണ് ആദ്യം നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന 2 നൗൺസിന് മുന്നിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവ്സോ ആർട്ടിക്കിൾസോ ആവർത്തിച്ച് വരികയാണെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ ആൻഡ് ഉപയോഗിച്ച് നമ്മൾ 2 സബ്ജക്റ്റിനെ കൂട്ടിച്ചേർത്തു. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം. ഇത് ആദ്യത്തെ എക്സാമ്പിളിൽ നിന്ന് വ്യത്യാസമാണ്. മനസ്സിലായോ? ശ്രദ്ധിച്ചോ? നോട്ട് ചെയ്തോ? മനസ്സിലായോ? ആദ്യം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഇപ്പൊ എന്താ പറയുന്നത്? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം. എന്റെ ഗ്രാൻഡ് ഫാദറും എന്റെ ഗാർഡിയനും വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹാവ് കം എന്നാണ് യൂസ് ചെയ്തത്. ഇവിടെ 2ന്റെയും മുമ്പില് മൈ എന്ന് പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവോ പൊസസീവ് അഡ്ജക്റ്റീവ് ചേർത്തിട്ടുണ്ട്. മൈ എന്ന് പറയുന്നത് പൊസസീവ് ആണ്. എന്റെ ഗാർഡിയനും എന്റെ ഗ്രാൻഡ് ഫാദറും വന്നിട്ടുണ്ട്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്തത്? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം. അപ്പൊ ഹാവ് എന്നുള്ളത് എപ്പോഴും എന്താണ്? പ്ലൂറൽ ഇൻഡിക്കേഷൻ ആണ് ഹാവ് എന്ന് പറയുന്നത്. ഹാസ് സിംഗുലർ സബ്ജക്ട്, ഇതിന്റെ വെർബിന്റെ ഇൻഡിക്കേഷൻ ആണ് ഹാസ് കം. വന്നിട്ടുണ്ട്. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് കം, വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇതില് ഹാസ് കം. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം, അത് ഒരാളാണ്. ഇവിടെ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം, 2 പേരാണ് ഹാവ് കം. അപ്പൊ ആ ഹാവും ഹാസും നോക്കിയിട്ടാണ് നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന്
മനസ്സിലാക്കുന്നത് കേട്ടോ. ഇവിടെ ഗ്രാൻഡ് ഫാദറും ഗാർഡിയനും രണ്ട് വ്യക്തികളാണ്. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിളില് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈ എന്ന് ആ ആൻഡിന്റെ ഫസ്റ്റ് പോർഷനിലും സെക്കൻഡ് പോർഷനിലും മൈ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം എന്ന് പറയുമ്പോ എന്താണ്, രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. അപ്പൊ ഇത് പ്ലൂരലായി. അതുകൊണ്ട് എന്ത് പ്ലൂരലായി? സബ്ജക്ട് വെർബ് പ്ലൂരലായി. വെർബ് എന്താണ് ഇവിടെ? വെർബ് എന്താണ് ഇവിടെ? Have come. ഹാവ് കം. ഓക്കെ, ഹാവ് കം എന്നുള്ളതാണ് വെർബ്. ഓക്കെ, അതാണ് ഫോർത്ത് റൂൾ കേട്ടോ. ഫോർത്ത് റൂൾ അതാണ്. അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഏത് കാര്യങ്ങളിലും തെറ്റിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് അത്. ഇനി വേറെ ഒരു കാര്യം, അതായത് വ്യക്തികളല്ലാത്ത രണ്ട് കാര്യങ്ങൾ. റൂൾ നമ്പർ 5. നെക്സ്റ്റ് റൂൾ നമ്പർ 5. അതായത് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. എന്താണ്? ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ, അല്ലെ? ടൈം ആൻഡ് ടൈഡ്. വാട്ട് ഇസ് ടൈഡ്? എന്താണ് ടൈഡ്? TID. വാട്ട് ഇസ് ടൈഡ്? ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആൻഡ് ടൈഡ്, വേലിയേറ്റം വേലിയിറക്കം ഇല്ലേ, അതിനാണ് ടൈഡ് എന്ന് പറയുന്നത്. Ups and downs. ആ ഓക്കെ. അപ്പൊ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നാണ്. വെയിറ്റ്സ് എന്താണ്? സിംഗുലർ. എന്താണ് വെയിറ്റ്സ് എന്ന് പറയുന്നത്? സിംഗുലർ Verb. സിംഗുലർ വെർബ് ആണ്. അപ്പൊ നമ്മള് ടൈം ആൻഡ് ടൈഡ് എന്ന് പറയുന്നത് അതെന്തായിട്ടാ എടുത്തേക്കുന്നേ? സിംഗുലർ സബ്ജക്ട്. ഓക്കെ അല്ലേ? ടൈം ആൻഡ് ടൈഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇതായിട്ടല്ല കണക്കാക്കുന്നത്. അതൊരു നമ്മള് ഈ പ്രോബേർബ് ഒക്കെ പറയുന്ന പോലെ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രോബേർബ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മളത് രണ്ട് കാര്യങ്ങളായിട്ടല്ല പറയുന്നത്. രണ്ട് കാര്യങ്ങളായിട്ടല്ല പറയുന്നത് എന്നുള്ള സിറ്റുവേഷൻ. വേറെ സിറ്റുവേഷൻ ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ. എന്താണ് സിംഗുലർ? സിംഗുലർ സബ്ജക്റ്റ് ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ വെർബ് എന്താണ് പറയുന്നത്? ഹെൽപ്പിംഗ് വെർബ് ആണ് വരുന്നത്. എന്താണ് അത്? ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഇവിടെ എന്താന്ന് വെച്ചാല് റൊട്ടിയെയും വെണ്ണയെയും ഒന്നായി കാണുന്നു, അല്ലെ? ഇവിടെ നമ്മൾ പറയുന്ന ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ, ഗിവ് മീ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് രണ്ടും ഒന്നായിട്ടാണ് സബ്ജക്ട് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അത് റൂൾ നമ്പർ 5 ആണ് കേട്ടോ. റൂൾ നമ്പർ 5 എന്താണ്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഒരേ ആശയമാണ്. ടൈം ആൻഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു മീലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് നോട്ട് ചെയ്യേണ്ട വേറൊരു എക്സെപ്ഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഏത് കാര്യങ്ങളിലും എക്സെപ്ഷൻസ് ആണ് ഓൾവേസ് ഇമ്പോർട്ടന്റ്. കാരണം അതിലാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. ഇവയെ രണ്ടായി കാണുകയാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ബഹുവചനമായി മാറുന്നു, പ്ലൂറലായി മാറുന്നു. എങ്ങനെയാണത്? The bread and butter I bought. Oh, sorry. ഞാൻ പറയാം കേട്ടോ. The bread and butter I bought from the shop are of a good quality. ഇവിടെ എന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെ? എന്താണ്? The bread and butter. The bread and butter. ആ കടയിൽ വേറെ കുറെ സാധനങ്ങളുണ്ട്. ബട്ട് the bread and butter I bought from that shop. സ്പെസിഫൈ ചെയ്യുവാണ്. ഓക്കെ, ഒരു സ്റ്റേഷനറി കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ആ കടയിൽ നിന്ന് വാങ്ങിയ ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആർ ഓഫ് എ ഗുഡ് ക്വാളിറ്റി. മനസ്സിലായോ? അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്?
അവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ മാത്രമല്ല, വേറെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു കാര്യം എന്നതുകൊണ്ടാണ് ദാ ചേർക്കുന്നത്, അല്ലെ? ദാ ചേർക്കുന്നത് നമ്മള് എന്താണ് എപ്പോഴും ദാ എപ്പോഴും ചേർക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്തിനാണ്? ഒരു പ്രത്യേക കാര്യം, ഒരു പ്രത്യേക സാധനം സൂചിപ്പിക്കാനായിട്ടാണ് ദാ ചേർക്കുന്നത്, അല്ലെ? നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മള് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയോ? പറയാറില്ല. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു, അല്ലെ? ഓക്കെ അല്ലെ? അതുപോലെ ദ ബ്രെഡ് ആൻഡ് ബട്ടർ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആർ ഓഫ് എ ഗുഡ് ക്വാളിറ്റി. ആറിന് ഇവിടെ പറഞ്ഞു. ഇപ്പൊ എന്താണ് സബ്ജക്ട്? നമ്മൾ എന്തായിട്ടാണ് കണ്ടത്? സബ്ജക്ട് നമ്മൾ എന്തായിട്ടാണ് കണ്ടത്? രണ്ട് ഡിഫറെന്റ് തിങ്സ് ആയിട്ടാണ് കണ്ടത്. ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഒന്നായിട്ടാണോ കാണുന്നത്? ആണോ? അല്ല, രണ്ട് ഡിഫറെന്റ് സബ്ജക്ട്സ് ആയിട്ടാണ്, തിങ്സ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഈ റൂളില് നോട്ട് ചെയ്യേണ്ട, റൂൾ നമ്പർ 5 നോട്ട് ചെയ്യേണ്ട കാര്യം. റൂൾ നമ്പർ 5 എന്താണെന്ന് പറയോ? റൂൾ നമ്പർ 5 റൂൾ നമ്പർ 5 എന്തായിരുന്നു? ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റ് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോ ഒരേ ആശയമാണ് വരുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയി. വെരി ഗുഡ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഓക്കെ, അതെല്ലാം എക്സാമ്പിൾ ആയിട്ട് വെച്ചാൽ മതി. പിന്നെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ കണ്ടെത്തണം കേട്ടോ. അല്ലെങ്കിൽ അതന്നെ പഠിച്ചിട്ടിരിക്കരുത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് അതിന്റെ എക്സെപ്ഷൻ എന്താണ്? ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്ന സബ്ജക്ട്സ് രണ്ടായി കാണുകയാണെങ്കിൽ, ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടറിന് നമ്മൾ രണ്ട് സബ്ജക്ട്സ് ആയിട്ട് സെപ്പറേറ്റ് കാണുവാണെങ്കിൽ അതെങ്ങനെയാണ് സെപ്പറേറ്റ്? ദ ബ്രെഡ്, നമ്മൾ സ്പെസിഫിക് ദ ബ്രെഡ് ആൻഡ് ബട്ടർ ദാറ്റ് ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ്. ദാറ്റ് എന്ന് പറയുന്നത് ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദ ഷോപ്പ് ആർ ഓഫ് എ ഗുഡ് ക്വാളിറ്റി. ആർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ട് എന്താണ്? വെർബ് പ്ലൂറൽ ആയിട്ടുണ്ട്. അതാണ് എന്ത്? അഞ്ചാമത്തെ റൂൾ കേട്ടോ. ഇനി റൂൾ നമ്പർ 6. റൂൾ നമ്പർ 6ലേക്ക് പോവാം. ഓക്കെ ആണോ? റൂൾ നമ്പർ 6ലേക്ക് പോട്ടെ. ഓക്കെ ആണോ ഇതുവരെ? ഡൗട്ട്സ് ഉണ്ടോ? ഈ ടൈം ആൻഡ് ടൈഡും സെയിം അല്ല? ലൈക്ക് രണ്ടും പ്ലൂറൽ അല്ലേ വരേണ്ടത്? ലൈക്ക് ടൈമും ടൈഡും വേറെ വേറെ അല്ലേ? അതാണ് പറഞ്ഞത്. അത് നമ്മുടെ ഈ പ്രോബോബ് ലൈക്ക് തിങ്സ് വരുമ്പോ ടൈം ആൻഡ് ടൈഡ് എന്ന് പറയുന്നത് ഒന്നായിട്ട് കാണുന്ന, അതാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറയണത് നമ്മള് ആ ഒരു ടൈപ്പ് ഓഫ് തിങ്സ് ആ പ്രോവർബിയൽ അല്ലെങ്കിൽ യൂസ് ടു ആയിട്ടുള്ള കുറെ കാര്യങ്ങളില്ലേ. നമുക്ക് ബുക്സിൽ എന്തെങ്കിലും റെഫർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി എന്തെങ്കിലും പറഞ്ഞോ? കുഴപ്പമില്ല, ചോദിച്ചോ. ടൈം ആൻഡ് ടൈഡ് രണ്ടായിട്ടല്ലേ കാണേണ്ടതെന്ന്, അങ്ങനെയല്ലേ ചോദിച്ചത്? ലൈക്ക് അത് രണ്ടും വേറെ വേറെ അല്ലേ? അതായത് സമയം വേലി ഇത് എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷ് യൂസ് ആണ്. അപ്പൊ നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡേ പറയാം. ഇനി അപ്പൊ പ്രോബബ് ലൈക്ക് സെന്റൻസസ് നമുക്ക് കുറച്ച് അങ്ങനത്തെ എടുത്ത് നോക്കണം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് റൂൾ നമ്പർ 6ലേക്ക് പോവാം. ഇനി ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് കുറെ വരുന്നത്. ഇനി എവരി ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുമ്പിൽ ഈച്ച്, എവരി, നോ എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ആൻഡ് ഉപയോഗിച്ച് ഒരു സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാണ്. അതിന്റെ മുമ്പിൽ എന്താണ്? ഈച്ച്, എവരി, നോ ഇങ്ങനത്തെ കാര്യങ്ങൾ 3 വന്നു കഴിഞ്ഞാല് എന്താണ്? വെർബ് സിംഗുലർ ആണ്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. കേട്ടോ, ഈച്ച് ഗേൾ ആൻഡ് ബോയ്, നമ്മൾ ഗേൾ ആൻഡ് ബോയ് എന്ന് പറയുന്നത് ഇവിടെ സെപ്പറേറ്റ് അല്ല. ഈച്ച് എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ മലയാളത്തിൽ എങ്ങനെ ആക്കണം അതിനാ പറയുമ്പോ? ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഈച്ച് ഗേൾ ആൻഡ് ബോയ്
ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എല്ലാവരും സബ്മിറ്റ് ചെയ്തു അല്ലെ? എല്ലാവരും സബ്മിറ്റ് ചെയ്തു അല്ലെ? പക്ഷെ എല്ലാവരും എന്ന് പറയുമ്പോ ഈച്ച് എന്നാണ്. എല്ലാ വ്യക്തികളും പ്രത്യേകം പറയുവാണ്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. ഓക്കെ, ഏതോ ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് എല്ലാവരും തന്നെ സബ്മിറ്റ് ചെയ്തു. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ്. ഈച്ച് ചേർക്കുമ്പോഴും അങ്ങനെ തന്നെ. നോ ഒന്ന് ചേർക്കുമ്പോഴും നോ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അങ്ങനെ തന്നെ. അതിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ പറയാം കേട്ടോ. എവറി ചേർത്താലും അങ്ങനെ തന്നെ കേട്ടോ. എവറി ഗേൾ ആൻഡ് ബോയ് ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. മനസ്സിലായോ? ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. വേറെ എക്സാമ്പിൾസ് ഞാൻ നോക്കിയിട്ട് നാളെ കോട്ട് ചെയ്യാം. ഓക്കെ ആണോ? എവറി, നോ, ഈച്ച് ഇത് വെച്ച് തുടങ്ങുവാണ്. എന്ത്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് സബ്ജക്ട്സിന് മുന്നിൽ എന്ത് വരുന്നു? ഈച്ച്, നോ, എവറി എന്ന് വരുമ്പോൾ എന്താണ്? ഏതാണ് നമുക്ക് സിംഗുലർ യൂസ് ചെയ്യേണ്ടത്? വെർബ് സിംഗുലർ. ഈച്ച്, എവറി, നോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അത് എന്താണ്? കണ്ടീഷൻ എന്താണ്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് നാമങ്ങളുടെ മുന്നിൽ വരുവാണെങ്കിലാണ് കേട്ടോ. ഇനി റൂൾ നമ്പർ 7. റൂൾ നമ്പർ 7 കുറച്ച് കാര്യങ്ങളുണ്ട്. എവറി ചേർത്ത് വരുന്ന എവറി വൺ, എവറിബഡി, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, എനിത്തിങ്, നത്തിങ്, നോബഡി, നോവൺ എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതായത് ഒരു സെന്റൻസ് നമ്മൾ തുടങ്ങുവാണ്. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. 1, 2, 3, 10 വേർഡ്സ് ഉണ്ട്. എവറി വൺ, എവറിബഡി, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, എനിത്തിങ്, നത്തിങ്, നോബഡി, നോവൺ. ഇതിനു ശേഷം എന്താണ്? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതിനുശേഷം എന്തുപയോഗിക്കണം? സിംഗുലർ. ഒരു എക്സാമ്പിൾ പറയട്ടെ, എഴുതിയെടുക്കണോ? ഈ വേർഡ്സ് എഴുതിയെടുക്കണോ? എവറി വൺ, എവറിബഡി, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, എനിത്തിങ്, നത്തിങ്, നോബഡി, നോ. എവറിബഡി ലൈക്സ് ഐസ്ക്രീം. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്താണ്? എവറിബഡി, എവറി വൺ എന്ന് പറഞ്ഞ് നമ്മളൊരു സെന്റൻസ് തുടങ്ങണം. എവറി വൺ ലൈക്സ് ഐസ്ക്രീം. അതാണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന. സംടൈംസ് എവറി വൺ മേ നോട്ട് ലൈക്ക് ഐസ്ക്രീം. എവറിബഡി ലൈക്സ് ഐസ്ക്രീം എന്താണ്? ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ. മനസ്സിലായോ? എവറിബഡി ലൈക്സ് ഐസ്ക്രീം. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എവറി വൺ ലൈക്സ് ഐസ്ക്രീം. സംബഡി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. നമ്മള് കുറെ എന്തെങ്കിലും അസൈൻമെന്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ പറയുവാണ് സംബഡി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ആരും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാണ്. ഓക്കെ, സംബഡി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. മനസ്സിലായോ? സംബഡി എന്താണ് ഇവിടെ? സംബഡി എന്താണ്? സംബഡി എന്താണ് നമ്മളെ സെന്റൻസില്? സബ്ജക്റ്റ് ആണ്. വെർബ് എന്താണ്? വെർബ് എന്താണ്? മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്ക് അല്ല. ചെയ്ത കാര്യം മിസ്റ്റേക്ക് അല്ല, ഹാസ് മെയ്ഡ് എന്നുള്ളതാണ് മിസ്റ്റേക്ക്. അതിൽ ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് എടുത്തോ. ഹാസ് മെയ്ഡ് എന്നുള്ളതാണ് ഇതിലെന്ത് മെയിൻ ആയിട്ടുള്ള വെർബ് അല്ലെ? ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക് അതൊരു വെർബായിട്ട് തന്നെ എടുക്കാം. നമുക്ക് സംബഡി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റും ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നുള്ള ഹാസ് മെയ്ഡ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഇത് ശരിക്കും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ഇതായിട്ടാണ് വരേണ്ടത് കേട്ടോ. അതിന് വെർബ് അല്ല. സംബഡി ഹാസ് മെയ്ഡ് എ ഹാസ് മെയ്ഡ്. ഇവിടെ നമ്മളെ വെർബ് എന്താണ് ശരിക്കും? സംബഡി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയുവാണ് സംബഡി മെയ്ഡ് എ മിസ്റ്റേക്ക് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഈ ഹാസ് മെയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സംബഡി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ സ്പെസിഫൈ ചെയ്യണേ? സംബഡി മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോരെ? വൈ? നിങ്ങൾ എന്നോടൊരു സെന്റൻസ് പറയുവാണ്. അപ്പൊ അല്ലെങ്കിൽ എഴുതാൻ പറയുവാണ്. അപ്പൊ പറയുവാണ്
മിസ് പറയുവാണ് somebody has made a mistake എന്ന് പറഞ്ഞാൽ that still remains, its effect is still remaining. അതിന്റെ എഫക്ട് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് ഹാസ് മെയ്ഡ് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, somebody made a mistake എന്ന് വെച്ചാൽ it is already gone, its effect is gone എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ മനസ്സിലായോ പറഞ്ഞത്? എവറിബഡി ലൈക്സ് ഐസ്ക്രീം മനസ്സിലായോ? എവറിബഡി ലൈക്സ് ഐസ്ക്രീം. ആ വേർഡ്സ് വരുന്ന സബ്ജക്ട്സ് ആയിട്ട് വരുന്നതിന്റെ കൂടെ വേർബ് എപ്പോഴും എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? വേർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. എവറിബഡി ലൈക്സ് ഇറ്റ്സ്. ഒരു കണപ്പടം അങ്ങ് പഠിച്ചിരിക്കുക. എവറിബഡി ലൈക്സ് ലൈക്സ് ഐസ്ക്രീം. അപ്പൊ നമ്മള് somebody has made a mistake, somebody has made a mistake, മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇതായിട്ട് ഓരോ സെന്റൻസ് നമ്മള് ഒരു എക്സാമ്പിൾ പോലെ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഇതില്? അതില് കുറെ സെന്റൻസസ് ഉണ്ടാക്കാനുണ്ട്, ട്രൈ ചെയ്യണം. അത് ഓരോ ദിവസവും ഇത് ചെയ്ത് നോക്കാം. എവരിവൺ വെച്ചിട്ട് കിട്ടുന്ന സെന്റൻസസ്, എവരിബഡി വെച്ച് കിട്ടുന്ന സെന്റൻസസ്, നോബഡി, സംവൺ, സംബഡി, എനിവൺ ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയില്ലേ? എനിവൺ ക്യാൻ, അങ്ങനെ എനിത്തിങ്, നത്തിങ്, നോബഡി നോസ് എന്ന് പറയണേ. നോബഡി നോസ് എന്നല്ലല്ലോ പറയണേ, നോബഡി നോസ്. അതിനുശേഷം നമ്മള് സിംഗുലർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? ആ റൂൾ നമ്പർ 7 മനസ്സിലായോ? റൂൾ നമ്പർ 7 മനസ്സിലായോ? ഓക്കെ, അപ്പൊ പറയോ, ഒരാൾ പറയോ? എവരിവൺ, എവരിബഡി, എനിബഡി അങ്ങനെയുള്ളതിന്റെ കൂടെ എന്താ വെർബ് സിംഗുലർ ആയിട്ട്. ഫോർ എക്സാമ്പിൾ വേറെ ആള് പറയോ? For example, everyone likes everyone likes. അത് പറയാനേട്ടാ, സ്പെസിഫൈ ലൈക്സ്. everyone like ഐസ്ക്രീം അല്ല, everyone likes ഐസ്ക്രീം കേട്ടോ. ഇനി റൂൾ നമ്പർ 8. റൂൾ നമ്പർ 8 എന്താ വരുന്നത്? ഒരു സെന്റൻസ് ജെറണ്ടിലോ 2+ വെർബിലോ തുടങ്ങിയാൽ വെർബ് സിംഗുലർ ആയിരിക്കും. അതായത് ഒരു സെന്റൻസ് ജെറണ്ട് എന്താണ്? വാട്ട് ഈസ് ജെറണ്ട്? ജെറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? വെർബ് പ്ലസ് ing ഫോം അല്ലെ? എന്താണ് ജെറണ്ട് എന്ന് പറയുന്നത്? ജെറണ്ട് എന്താണ്? ഒരു ജെറണ്ട് ഫോം പറയാമോ? ലോഫിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോക്കിംഗ് എന്ന് പറയുന്നതാണ്. അതായത് വെർബ് പ്ലസ് എന്ത് ഫോമാണ്? ing ഫോം. വെർബിന്റെ ing ഫോം ആണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസ് ജെറണ്ടിലോ 2+ വെർബ് നമുക്കറിയാം തുടങ്ങിയാൽ വെർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ലോഫിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, ലോഫിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ലോഫിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് ഫോമിലാണ്. വെർബിന്റെ ing ഫോമിൽ ഒരു സെന്റൻസ് തുടങ്ങുവാണ്. അപ്പോ ലോഫിംഗ് അത് എന്താണ്? ഇവിടെ എന്താണ് ശരിക്കും? വെർബാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലെ? ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അവിടെ സബ്ജക്ട് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ആരാണ് ലോഫ് ചെയ്യണത് എന്നുള്ളത് അവിടെ ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഓക്കെ, ലോഫിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ലോഫിംഗ് വെർബിന്റെ ing ഫോം വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലോഫിംഗ്, ലോഫ് പ്ലസ് ing ഫോം. അതുപോലെ അടുത്ത എക്സാമ്പിള് 2+ വെർബിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഈസ് ഡേഞ്ചറസ്. എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഈസ് ഡേഞ്ചറസ് മീൻസ് എക്സ്പ്ലോസീവ്സ് എന്താണ്? പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ അല്ലെ? പടക്കം അതുപോലെയുള്ള സാധനങ്ങൾ. അതിനെ കൊണ്ട് കളിക്കുന്നത്. ടു പ്ലേ വിത്ത്. ടു എന്ന് പറഞ്ഞിട്ട് വെർബിന്റെ എന്ത് ഫോമാണ്? അത് 2+ വെർബ് എന്ന് പറഞ്ഞ ഫോം, സാധാരണ ഫോം. ഓക്കെ, സാധാരണ ഫോം. വെർബിന്റെ സിമ്പിൾ ഫോം. ടു പ്ലേ
with explosives. അപ്പൊ എന്താണ് പിന്നെ സോറി എന്താണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന കാര്യം? ഈസ് അല്ലെ, ഈസ് ഡേഞ്ചറസ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഈസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? Verb ആണ്, helping verb ആണ്. But this here the okay, to play with explosives is dangerous. Is എന്ന് പറയുന്നതാണ് ഇവിടെ എന്താ 2+ verb സിംഗുലർ. 2+ verb അത് സ്റ്റാർട്ട് ചെയ്യുന്നു, വേറെ അതിന് സബ്ജക്ട് ഇവിടെ 2+ verb ആണ് വരുന്നത്. സബ്ജക്ട് എന്ന് വിചാരിച്ചാൽ മതി. അതിന് 2+ verb സ്റ്റൈൽ ലോഫിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സബ്ജക്റ്റ് ആയിട്ട് വരുവാണ്. ഓക്കെ, അപ്പൊ ലോഫിംഗ് ഈസ് അതിന് ഒരു സിംഗുലർ verb ആണ്. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ്, ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഈസ് ഡേഞ്ചറസ്. ഓക്കെ, അതൊരു എന്താണ് അത് സെന്റൻസിലെ ടു പ്ലേ 2+ verb സ്റ്റാർട്ട് ചെയ്താൽ വെർബ് സിംഗുലർ ആയിരിക്കും. അങ്ങനെ വിചാരിച്ച സബ്ജക്ട് അതിന് സബ്ജക്ട് എടുക്കണ്ട. അപ്പൊ സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഇതിൽ തന്നെ ഓൺകോഡ് എന്നുള്ള ഇതിൽ മനസ്സിലാക്കിയാൽ മതി. സബ്ജക്ട് വെർബ് സെപ്പറേറ്റ് ചെയ്യണ്ട. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഈസ് ഡേഞ്ചറസ്. അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ഈ 2 സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും വേറെ പല കാര്യങ്ങളായി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ലോഫിംഗ് വെർബായിട്ട് തന്നെ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യണതോ. സബ്ജക്ട് എന്നുള്ള രീതിയിൽ അത് കാണാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? സംശയമുണ്ടോ? സംശയമുണ്ടോ ആ 2 സെന്റൻസ്? അതിനൊരു സെന്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 2+ verb സ്റ്റാർട്ട് ചെയ്താല് വെർബ് എന്തായിരിക്കും? 2+ verb സ്റ്റാർട്ട് ചെയ്താല് വെർബ് സിംഗുലർ ആയിരിക്കും. ING ഫോം ജെറണ്ട് ഫോമിൽ സ്റ്റാർട്ട് ചെയ്താല് വെർബ് എന്തായിരിക്കും? പറയോ? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ 8 റൂൾസ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. 8 റൂൾസ്, എത്രയോ 10-27 റൂൾസ് ഉണ്ട് കോൺകോഡില്. ഓക്കെ, ഒരു 27 അത്രയൊക്കെ ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾ ഒന്നത് പ്രിപ്പയർ ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓക്കെ. ഞാനൊരു 2-3 എക്സാമ്പിൾസ് പറയട്ടെ. കുറച്ച് എക്സാമ്പിൾസ് പറയട്ടെ. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതിൽ നിന്ന് പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? കുറച്ച് എക്സാമ്പിൾസ് പറയട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ പറയുവാണ്. ഓപ്ഷൻസ് വന്നിട്ട് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. അപ്പൊ അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഹാവ് നോട്ട് അറ്റൻഡഡ്, have not attended, did not attend, has not attended. അപ്പൊ ഇതില് നമ്മള് എത്രാമത്തെ റൂൾ ആയിട്ടാണ് അത് വന്നത്? അതിൽ പറയുന്നത് ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. അത് ഹാവ് നോട്ട് ആണോ ഹാസ് നോട്ട് ആണോ എന്ന് നോക്കിയാൽ മതി അല്ലെ. ഡിഡ് നോട്ട് അറ്റൻഡ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അത് പാസ്റ്റിലാണ് നടക്കുന്നത്. ഹാവ് നോട്ട് അറ്റൻഡ് എന്ന് പറയുന്നത് അറ്റൻഡ് എന്നാണ് കിടക്കണത്. ATTEND. ഹാവ് നോട്ട് അറ്റൻഡ്. സെക്കൻഡ് ഓപ്ഷൻ ഹാവ് നോട്ട് അറ്റൻഡ്. ഓപ്ഷൻസ് ഒന്നുകൂടി ഞാൻ പറയട്ടെ, നോക്കിയിട്ട് പറയണോ കേട്ടോ. അവർ പെട്ടെന്ന് പറയരുത്. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ. ആൻഡ് ദാ പറഞ്ഞിട്ടില്ല. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ dash the meeting. First option have not attended. ATTENDED. Second option have not attended. Have not attended എന്ന് പറയുന്നത് ATTEND. Okay, ATTEND. Third one did not attend. Did not attend. Okay, ATTEND. അതും did not attend. Fourth one has not attended. Has not attended. 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 Has not attended. അത് 4 ഓപ്ഷൻസ്. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റ്. അതിലെങ്ങനെ വരേണ്ടത്? ഏത് റൂളാണ് നമുക്ക് ഇതിൽ എടുക്കേണ്ടത്? ആൻഡ് വെച്ച്
ഏത് റൂളാണ് എടുക്കേണ്ടത്? അഞ്ചാമത്തെ ഓ, അഞ്ചാമത്തെ ആണോ? അഞ്ചാമത്തെ റൂളില് എന്താണ് പറയുന്നത്? നമ്മൾ അഞ്ചിൽ എന്താ പറഞ്ഞത് നമ്മള്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നൗൺസിന് മുന്നിൽ പൊസസീവ് പ്രോണൗൺ, അത് വേണ്ട. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയാണ് എങ്കിൽ എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് നമ്മള് മൈ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പൊസസീവ് പ്രോണൗൺസ് അത് വന്നിട്ടില്ല. ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ, അവിടെ എന്തായിരിക്കും? ആ നമ്മള് വെർബ് എന്തായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? വെർബ് എന്തായിരിക്കണം? ഇത് രണ്ടും ഒരാളല്ലേ? ഹാസ് നോട്ട് അറ്റൻഡഡ് അല്ലെ? ഈ പ്രിൻസിപ്പൽ നമ്മുടെ ചെയർമാൻ പ്രിൻസിപ്പൽ അങ്ങനെ ഓർക്കണം. ചെയർമാൻ പ്രിൻസിപ്പൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെയർമാൻ പ്രിൻസിപ്പൽ, ഈസ് ദ ചെയർമാൻ ആൻഡ് ഈസ് ദ പ്രിൻസിപ്പൽ. ഓക്കെ, ദ ചെയർമാൻ പ്രിൻസിപ്പൽ അങ്ങനെ ഓർക്കുന്നത്. പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ. ഓക്കെ, സെന്റൻസ് അങ്ങനെയാണ്. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഹാസ് നോട്ട് അറ്റൻഡഡ് ദ മീറ്റിംഗ്. നമ്മുടെ ഇതിൽ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇത് രണ്ട് ആള് അല്ല. ഓക്കെ, ഇത് രണ്ടാളാണോ? പ്രിൻസിപ്പൽ ചെയർമാൻ. അതിൽ നമ്മൾ ഓർക്കാം ആ പൊസസീവ് ആ ഒരു പ്രൊനൗൺ ഉണ്ടെങ്കിൽ മൈ, അങ്കിൾ, മൈ അങ്ങനെ വരുന്നത്. ഇതിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെന്റൻസസ് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ പറയട്ടെ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു. ഇതിനും ശ്രദ്ധിക്കണം, മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സെന്റൻസ് കിട്ടിയ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. My uncle and guardian dash me to study medicine. First option is want. Second option is wants. Third option is have wanted. Fourth option is wanting. Okay. First option is want. Second option is wants. Third option is have wanted. Fourth option is wanting. ഇപ്പൊ ഇതിൽ എന്താണ് എടുക്കേണ്ടത്? ഇത് എന്താണ് ഈ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ? സിംഗിൾ പേഴ്സൺ ആണോ രണ്ട് പേഴ്സൺ ആണോ? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ Single person. സിംഗിൾ പേഴ്സൺ ആണ്. എങ്ങനെയാണ് അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? നമ്മൾ എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ്? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. മൈ അങ്കിൾ എന്ന് പറഞ്ഞിട്ടില്ല. പൊസസീവ് പ്രോണൗൺ മൈ വന്നിട്ടില്ല ഗാർഡിയന്റെ മുന്നിൽ അല്ലേ? അപ്പൊ എന്താണ് ഇത്? സെയിം പേഴ്സൺ ആണ്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. അപ്പൊ എന്ത് വരണം? സിംഗുലർ സബ്ജക്ട് wants me to study medicine. Wants me to study Medicine. medicine. ഓക്കെ, അപ്പൊ wants എന്ന് പറയുമ്പോ ഇത് ഒരേ ആളാണെന്ന് മനസ്സിലാക്കാം. ഇനി തേർഡ് ഓപ്ഷൻ, the poet and the dramatist dash dead. The poet and the dramatist dash dead എന്നാണ് കേട്ടോ. ഈസ് ആണോ ആറാണോ ഡെഡ് എന്നാണോ സംശയമുണ്ട്. പോയറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് ഓക്കെ, അതിരിക്കട്ടെ, അത് ഒരു സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുവോ? ഫസ്റ്റ് ഓൺവേർഡ്സ് ഒന്നുകൂടി ഞാൻ പറയട്ടെ. 8 റൂൾസ് പറയട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. 8 റൂൾസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പറഞ്ഞോ. ഫസ്റ്റ് കോൺകോർഡ് എന്താണ്? ശരിക്കും കോൺകോർഡ് എന്താണ്? ഒരു സെന്റൻസിലെ കോൺകോർഡ് എന്താണ്? പറയോ, കോൺകോർഡ് എന്താണ്?
കോൺകോഡ് എന്താന്ന് പറയൂ? നമ്മൾ വിവരം പറഞ്ഞതല്ലേ. കോൺകോഡ് ഇസ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്ട് ആൻഡ് വെർബിന്റെ Verb. വെർബിന്റെ സെന്റൻസ്. ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് verb is used according to the എന്തനുസരിച്ചാണ്? സബ്ജക്ട് അല്ലേ? മറ്റ് മലയാളത്തിലും ബാക്കി ലാംഗ്വേജിലും വ്യത്യാസങ്ങളുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ള പ്രത്യേകത അതാണ്. എപ്പോഴും വെർബ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റിനനുസരിച്ചാണ്. റൂൾ നമ്പർ 1, തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള he she it കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നു. She sings well, it goes well, he reads newspaper. Okay, first one. Rule number 2, first person I, we, second person you, third person you and the third person plural they എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. പ്ലൂറൽ വെർബ് I read a newspaper, you read newspaper, you work hard, we play football, they read a newspaper. Okay, ക്ലിയർ അല്ലേ? റൂൾ നമ്പർ 3 എന്താണ്? രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. രണ്ട് സിംഗുലർ സബ്ജക്ട്സ് എന്താണ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത്? നമുക്ക് നമ്മളെ തന്നെ പറയാല്ലേ, മീ ആൻഡ് അല്ലെങ്കിൽ എന്താണ് പറയണേ, അപർണ ആൻഡ് പ്രതീഷ് ആർ ഫ്രണ്ട്സ് എന്ന് പറയാം അല്ലേ? അപർണ ആൻഡ് അശ്വതി ആർ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞൂടെ? വി ആർ ഫ്രണ്ട്സ് എന്ന് പറയില്ലേ? സോ അതുപോലെ രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്താൽ അതിന്റെ വെർബ് എന്താണ്? പ്ലൂറൽ ആയിരിക്കണം. പിന്നെ റൂൾ നമ്പർ 4 എന്താണ്? റൂൾ നമ്പർ 4 എന്തായിരുന്നു? ആൻഡിന്റെ ഒരു വ്യക്തിയെ തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? സിംഗുലർ ഒരേ വ്യക്തിയാണ് ആൻഡ് ഉപയോഗിച്ച് വരുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് എന്തായിരിക്കും? Singular. My grandfather and guardian has come. ഒരേ ആളാണ്. പിന്നെ അതിലെ എക്സെപ്ഷൻ എന്താണ്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നൗൺസിന് മുന്നിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവ്സോ ആർട്ടിക്കിളോ ആവർത്തിച്ച് വരികയാണെങ്കിൽ മൈ അങ്കിൾ ആൻഡ് മൈ ഗ്രാൻഡ് ഫാദർ. ഹാസ് കം അല്ല, അവിടെ എന്താണ് വേണ്ടത്? ഹാവ് കം അല്ലെ? മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ അല്ലെങ്കിൽ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ. ഓക്കെ, രണ്ട് ആൾക്കാരാണത് അല്ലെ? രണ്ടാൾക്കാരല്ലേ? മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ. ഹാസ് കം ആണോ? Have. കേട്ടോ. മൈ രണ്ടിന് മുമ്പിലും മൈ എന്ന് ചേർക്കുവാണ്. പിന്നെ റൂൾ നമ്പർ 5 എന്താണ്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. നമ്മൾ അതിൽ പറഞ്ഞ ടൈം ആൻഡ് ടൈഡ്, അത് നോട്ട് ചെയ്യാം. ടൈം ആൻഡ് ടൈഡ് എന്തുകൊണ്ടാണ് ഒരേ ഇതായിട്ട് യൂസ് ചെയ്യുന്നത്? ടൈം ആൻഡ് ടൈഡ്. പിന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മള് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പൊ എന്താണ്? ഈസ് ഗുഡ് ഫോർ. അത് രണ്ടും സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. ടൈം ആൻഡ് ടൈഡും ബ്രെഡ് ആൻഡ് ബട്ടറും സിംഗുലർ. ഡബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാണ് നമ്മൾ. ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആർ ഓഫ് എ ഗുഡ് ക്വാളിറ്റി. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോ അത് എന്തായി? വെർബ് എന്തായി യൂസ് ചെയ്യണം? ബ്രെഡ് ആൻഡ് ബട്ടർ സെപ്പറേറ്റ് ഇതായിട്ട് യൂസ് ചെയ്യുമ്പോൾ, സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? രണ്ട് സബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ വെർബ് എന്തായിട്ട് വരും? വെർബ് പ്ലൂറൽ ആയിട്ട് വരും. ഓക്കെ, പിന്നെ സിക്സ്ത് എന്താണ്? സിക്സ്ത് റൂൾ എന്താണ്? വെച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ വെർബ് സിംഗുലർ ആയിട്ട്.
ഓക്കെ, അപ്പൊ എല്ലാം കിട്ടിയില്ലേ? 8 റൂൾസ് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് സംശയം വന്ന കാര്യങ്ങളോ ഒന്നുകൂടെ റെഫർ ചെയ്യാം കേട്ടോ. സംശയം വന്ന കാര്യം ഒന്ന് ടൈം ആൻഡ് ടൈഡ് ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ ഒരു സംശയം വന്നുവെങ്കിൽ അതും ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Okay. ആ താങ്ക് യു. താങ്ക് യു മാം. Thank you.